ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലെയുള്ള കലാപരിപാടികളാണ് കേട്ടോ. പരിപാടികൾ എന്താ മെയിനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ ശങ്കരിക്ക് സ്കൂളിൽ പോകണം, ശ്രീജിന് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം ഇഡലിത്തട്ടിലാക്കിയതാ, അത് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയതാണ് ശങ്കരിക്ക് ലഞ്ചിനും ഇഡലി തന്നെ മതി കേട്ടോ. അതുകൊണ്ട് അവളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ശ്രീജുവിന് ലഞ്ചിന് കറി ഉണ്ടാക്കണ്ടേ. അമ്മ രാവിലെ പരിപ്പും ചീരയും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ പച്ചക്കറി ആയിരുന്നു, അപ്പോൾ അത് ബീട്രൂട്ട് എടുത്ത് തോരൻ വെച്ച് പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു, അതൊന്നും ഒരു മസാലക്കറി പോലെ വെച്ചിട്ടോ. അത് തന്നെയാണോ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയുന്നു. ഇഡലി ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ വേഗം കഴിച്ചോളും. പിന്നെ ഞാനൊരു പഴവും കൂടിയാണ് കേട്ടോ ലഞ്ചിന് വെച്ചത്. സ്നാക്സ് ആയിട്ട് ഇന്ന് ഫ്രൂട്ട്സ് ആണ് കൊടുത്തട്ടോ. വേഗം തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തതാ ആളെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടും കേട്ടോ. പിന്നെ ആണെങ്കിലും എനിക്ക് നമ്മൾക്ക് ഇഡലിക്ക് കഴിക്കാനായിട്ട് ചട്നി ഉണ്ടാക്കണമല്ലോ, തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് എന്തോ ഇന്ന് മടിയായി. പിന്നെ അപ്പം ഞാനോർത്ത് ഇങ്ങനെ ഉണ്ടാക്കാന്നേ, ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചമ്മന്തി തക്കാളി ചട്നി. അപ്പോൾ അത് വേഗം ഒന്ന് കടുകൊക്കെ താളിച്ചിട്ട് നമ്മൾ സവാളയും തക്കാളിയും പിന്നെ 2 വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വാട്ടിയൊക്കെ എടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പി ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ ഈ ചട്നി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരച്ചെടുത്ത് ശ്രീജുവിന് വേഗം കൊടുക്കാട്ടോ ചെയ്തേ. പിന്നെ ഞാൻ വേഗം തന്നെ കറികളൊക്കെ ചോറൊക്കെ എടുത്ത് ശ്രീജു ഓഫീസിൽ പോയിട്ടോ. എനിക്കപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വന്നിട്ടുണ്ടായേ. ഞാൻ വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. നമ്മുടെ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു, പിന്നെ ചന്ദനമൊക്കെ തൊട്ടു പ്രാർത്ഥിച്ചു. പിന്നെ സരസ്വതി ഉത്സവം അല്ലേ, നമ്മുടെ നവരാത്രി ഉത്സവം ആയത് കാരണം ഞാനിങ്ങനെ യൂട്യൂബിൽ കുറച്ച് പാട്ടൊക്കെ എടുത്തിങ്ങനെ പ്ലേ ചെയ്താട്ടോ. നല്ല രസമായിരുന്നു അത് കേട്ടോണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ സ്ഥിരമുള്ള പണി പൂവൊന്നും കിട്ടാൻ ഞാൻ തുളസിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്ന് തുളസി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വെള്ളത്തിലിടുവാട്ടോ ചെയ്തേ. പിന്നെ ചായ കുടിക്കണമായിരുന്നു, ചായ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വേഗം കയറി ചായ ഉണ്ടാക്കിയ സമയത്ത് ഗിരിജാമ വന്നിട്ടോ. പിന്നെ ഗിരിജാമക്കും കൂട്ടി ചായ വെച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.